മിക്ക ആൾക്കാരും ഇപ്പോൾ ഈ കിടക്കുന്ന പുതിയ സിയറ കണ്ട് മടുത്തിരിക്കുകയായിരിക്കും. അതുകൊണ്ടൊരു ചേഞ്ചിന് ഞാൻ പഴയ സിയറ കാണിച്ചു തരാം. ഈ കിടക്കുന്ന ബ്ലാക്ക് സിയറ ആദ്യം വന്ന വണ്ടിയാണ്. ആൻഡ് അപ്പുറത്ത് കിടക്കുന്ന നമുക്കറിയാം പുതിയ ജനറേഷൻ സിയറയാണ്. 1991 ടാറ്റ സിയറ ലോഞ്ച് ചെയ്യുന്നത്. ഇത് ഒറിജിനലി ടാറ്റ മൊബൈൽ എന്ന് പറഞ്ഞൊരു പിക്കപ്പ് ബേസ്ഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ലാഡർ ഫ്രെയിം ഷാസിയിലാണ് വരുന്നത്. ഇപ്പോഴത്തെ വണ്ടി ഫുള്ളി മോണോക്കോക്കാണ്. ഏതായാലും സൈഡിൽ നമുക്ക് 15 ഇഞ്ച് അലോയ്സ് ആണ് കാണാൻ പറ്റുന്നത്. നല്ല ചങ്കി വീൽസ് ആണ്. 75 ആണ് പ്രൊഫൈൽ വരുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് മിറേഴ്സ്, അതുപോലെ നല്ല വലിയ സിയറ ലെറ്ററിങ്. പിന്നെ ഇന്നത്തെ കാലത്ത് ടാറ്റ പുതിയതായിട്ട് കോപ്പി അടിക്കാൻ നോക്കിയ നമ്മുടെ വലിയ സൈഡ് കനോപ്പി പോലത്തെ ഗ്ലാസ്, അതൊക്കെയായിരുന്നു ഇതിൻ്റെ പ്രത്യേകതകൾ. ഇനിയിപ്പോൾ ഡോർ തുറന്നകത്തേക്ക് കയറുകയാണെങ്കിൽ ഇതാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ ഒരു സെഗ്മെന്റിൽ പവർ വിൻഡോസ് കിട്ടിയ വണ്ടിയും അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് കിട്ടിയ വണ്ടിയും. ഒരുപാട് പ്രീമിയം ഫീച്ചേഴ്സ് ആ സമയത്ത് ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നു. ഈവൻ നമ്മുടെ സീറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സീറ്റ്സ് ആണ്. ഫ്രണ്ടിൽ 2 ഇൻഡിവിജ്വൽ ആംറസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സീറ്റിലും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പക്ഷേ 3 ഡോർ ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി കിട്ടാൻ ഫ്രണ്ടിലത്തെ സീറ്റൊക്കെ നമ്മുടെ ഇത്തിരി ടാസ്ക് ആണ്. പക്ഷേ കയറി കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ്. നല്ല വലിയ വിശാലമായ ഗ്ലാസ് ഏരിയ ഒക്കെ കണ്ടോണ്ടെങ്കിൽ ഇരിക്കുക. ഡാഷ്ബോർഡൊക്കെ കണ്ടാലും അന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ലായിരുന്നു. ഫാക്ടറി ഫിറ്റഡ് AC ഒക്കെ ഇതിലുണ്ടായിരുന്നു. അന്നതൊരു വലിയ ഫീച്ചറാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് എഞ്ചിൻ വരുന്ന ഒറിജിനലി പേർഷയുടെ 1.9 ഡീസൽ ആയിരുന്നു. NA ഡീസൽ ആയിരുന്നു. 68 bhp ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ലേറ്റർ വണ്ടികളിൽ ടർബോ ഡീസലും വന്നിട്ടുണ്ട്. അപ്പോൾ 88 bhp ആയി. ഇനീഷ്യലി വന്ന വണ്ടിയിൽ ഡോഗ് ലെഗ് റിവേഴ്സ് ആയിരുന്നു. അതായത് റിവേഴ്സ് നമ്മുടെ ഫസ്റ്റ് ഇടുന്ന സ്ഥലത്തും ഫസ്റ്റ് ഗിയർ നേരെ സെക്കൻഡ് ഇടുന്ന സ്ഥലത്തുമാണ് വന്നുകൊണ്ടിരുന്നത്. 5 സ്പീഡ് ആയിരുന്നു. ഏതായാലും പുതിയ സിയറയാണോ പഴയ സിയറയാണോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നും കൂടെ താഴെ കമൻസിൽ പറഞ്ഞേക്കുക.